അപ്പോൾ എമ്പുരാൻ ഇന്ന് റിലീഫായി. എമ്പുരാൻ ഇന്ന് റിലീഫായപ്പോൾ ഞാൻ കണ്ട ചില കാര്യങ്ങൾ പറയാം. എമ്പുരാൻ റിലീഫായതിനു ശേഷം പൊതുവെ ഒരു മികച്ച സിനിമ എന്നുള്ള അഭിപ്രായം തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നത്. മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് ലൈവായിട്ടെടുക്കുകയും മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത സ്റ്റൈലിലേക്ക് വരികയൊക്കെ ചെയ്യും. അപ്പോൾ എമ്പുരാൻ മികച്ച വിജയം നേടി മുന്നേറുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും ഈ ഡീഗ്രേഡിങ് ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു മലയാള സിനിമയ്ക്ക് ഉണ്ടാകാത്ത ഡീഗ്രേഡിങ്. ചിലവർക്ക് ഈ മലയാള സിനിമ എങ്ങനെ ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്ന ചിലവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഈ അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് പറയത്തില്ലേ, അത് പ്രത്യേകിച്ച് ലാലേട്ടൻ അങ്ങനെ കയറി പോകണ്ട എന്ന് വിചാരിക്കുന്ന ചിലവരുണ്ട്. കുറച്ച് നാളായിട്ട് ഇവർ ഒന്ന് പരിങ്ങിയിരിക്കുമായിരുന്നു. കാരണം ഇതിൻ്റെ റെക്കോർഡുകൾ ഇങ്ങനെ തകർത്ത് വാരിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ റെക്കോർഡൊന്നും ഇല്ലാത്ത ചില ആൾക്കാരുടെ ആരാധകരായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇങ്ങനെ അങ്ങ് ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ചില സാധനങ്ങൾ വരുന്നത്. അപ്പം തമിഴിൽ നിന്ന് ഞാൻ ഞെട്ടിപ്പോയി. തമിഴിൽ നിന്ന് നമ്മൾ ഈ സിനിമയൊക്കെ കണ്ട് വന്നു കഴിഞ്ഞപ്പോൾ തമിഴിൽ നിന്ന് 2 മണിക്കൂർ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് റിവ്യൂ പറഞ്ഞു. കൊള്ളാത്ത പടം, പൊട്ടിപ്പോയ പടം, ലാലേട്ടൻ 6 ബോറ് എന്നൊക്കെ പറയുന്ന ഇത് വരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവിടെ നേരത്തെ പടം റിലീഫായി, നമ്മളിവിടെ പടം കണ്ടിട്ടിങ്ങിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് അറിയുന്നത്, ഒരു ന്യൂസ് ചാനലിനകത്ത് പറയുന്നു അവിടുത്തെ റിപ്പോർട്ടർ ജോലി കിട്ടുന്ന, ഈ റിപ്പോർട്ട് ചാനലിൽ ജോലി കിട്ടുക, റിപ്പോർട്ടർ TV അല്ല, വേറെ ഒരു ചാനൽ, ന്യൂസ് 18 ആണെന്ന് തോന്നുന്നു. ആ ചാനലിലേക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഏതോ ഒരു പടത്തിൻ്റെ കമൻ്റായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ എടുത്തിട്ടേക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ആ രീതിയിലുള്ള ഡീഗ്രേഡ്, ഈ പടത്തെ എങ്ങനെയെങ്കിലും തകർക്കുക, മലയാള സിനിമയെ അങ്ങനെ ഉയരങ്ങളിലേക്ക് കയറി പോകണ്ട എന്ന് വിചാരിക്കുന്ന ചിലവരുണ്ട്. മലയാളത്തിൽ ഇഷ്ടപ്പെടുന്ന ചിലവരുണ്ട്. അവരുടെ പ്രശ്നമാണ്. ഏതായാലും റിവ്യൂവർമാരുടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാം മികച്ച പ്രതികരണം. ചിലവർക്കൊക്കെ ചില ഇത്ര ഹൈപ്പ് കൊടുത്തതിനനുസരിച്ച് വന്നോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. പക്ഷേ മിക്കവാറും എല്ലാവരും, ചിലവർ ലൂസിഫർ ആയിരുന്നു നല്ലതിനേക്കാളും എന്ന് അഭിപ്രായം. അതൊക്കെ സർവ്വസാധാരണമായ പ്രതികരണമാണ്. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞ് ഇതിനേക്കാൾ നല്ല അക്കരെ പച്ചയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. അത് സർവ്വസാധാരണമാണ്, അത് മൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ബോധപൂർവം ഈ ചിത്രത്തെ തകർക്കാൻ വേണ്ടി ചില റിവ്യൂവർമാർ ശ്രമിക്കുന്നുണ്ട് എന്ന് സ്പഷ്ടമാണ്. അതിലൊരാളാണ് മലങ്കൾട്ട് റിവ്യൂവർ. പുള്ളിയുടെ സ്ഥിരം പരിപാടി ഒരു പടത്തിലെ നായകനെ, ആ നായകനിട്ടേക്കുന്ന കോട്ടോ, ഇപ്പോൾ ഇതിനകത്ത് കോട്ടും കൂളിംഗ് ഗ്ലാസും, പുള്ളിയുടെ താടി നരച്ചിട്ടില്ല, ഇനിയും ഡൈ അടിച്ചതാണോ എന്നറിയില്ല. എൻ്റെ താടി മൊത്തം നടച്ചതാണ്, എനിക്ക് പിന്നെ പ്രത്യേകിച്ച് അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പുള്ളിക്ക് കറുത്ത താടി വേണ്ട. അവിടെ ഇച്ചിരി വല്ല കടലമാവോ വല്ല പൊട്ടിച്ചുകൊണ്ട് പുള്ളി വന്ന് റിവ്യൂ പറയാനിരിക്കുമ്പോഴത്തേന് ഇതിൻ്റെ താഴെ കമൻറ്റ്, റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴെ കമൻറ്റ് വരും. അണ്ണനെ കാത്തിരിക്കുകയായിരുന്നു അണ്ണൻ റിവ്യൂ പറയണം അണ്ണൻ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ അണ്ണനാണ് മലയാള സിനിമയുടെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ പുള്ളി കയറി അങ്ങ് പൊങ്ങിയിട്ട് പുള്ളിക്ക് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. അതുപോലൊരു റിവ്യൂ ആണ് ഞാനിന്ന് കണ്ടത്. അല്പമൊക്കെ മര്യാദ വേണ്ടേടേ എന്ന് ആ റിവ്യൂ പ്രശ്നം ഞാൻ ചോദിക്കുക. കാരണം പുള്ളി പറയുന്നുണ്ട് എമ്പുരാൻ പടം കാണാൻ പോയി, രാവിലെ തന്നെ കാണാൻ പോയി, അതൊക്കെ കാണാൻ പോകും. പുള്ളി പറയുന്നത് മോഹൻലാൽ പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണെന്നൊക്കെയാണ് വെപ്പ്. പക്ഷേ ചുമ്മാതാണ് എന്നുള്ളത് കുറച്ച് നാളായിട്ട് എനിക്ക് ബോധ്യം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാള പടവും ഇല്ല എന്നുള്ളത്. പുള്ളിയുടെ ഏറ്റവും വലിയ സംവിധായകൻ എന്ന് പറയുന്ന രാജമൗലിയ, പിന്നെ അനിരുദ്ധ്, ഇവർ രണ്ടുപേരും കഴിഞ്ഞേ ഉള്ളൂ. പുള്ളി ഇൻ്റർനാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ് പുള്ളിയുടെ രീതി. പുള്ളി പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറയാം, ഡംബ്ലമ ഇങ്ങനെയൊക്കെ അടിച്ച് കാണിക്കും. അപ്പോൾ അടിച്ച് കാണിച്ച് ആ ലെവൽ കിട്ടണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഏത് പടം വന്നാലും, മലയാള പടം വന്നാലും, എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും 1-2 ചിത്രത്തിന് പറഞ്ഞെന്ന് തോന്നുന്നു. അത് ഈ എല്ലാവരും നല്ലത് പറയുമ്പം ഏതെങ്കിലും മോശം പറയണ്ടെന്ന് വിചാരിച്ച് നല്ലത് പറയുന്നത്, അല്ലാതെ എല്ലാ പടത്തെപ്പറ്റിയും, അത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ പടത്തെപ്പറ്റിയും മോശം അഭിപ്രായം പറയുന്ന ഒരു റിവ്യൂവറാണ് ഈ മലങ്കൾട്ട്. പുള്ളിക്ക് ഇതേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ പുള്ളി ഈ വേഷമൊക്കെ കെട്ടി വരുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വല്ല ഈ എലിയെ ഓടിക്കാൻ പറ്റി വയലിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന നോക്കൂത്തിയായിട്ട് നിർത്തിയാലോ എന്താണെന്ന് ചോദിച്ചു. പുള്ളി ഇതിനകത്ത് പറയുന്നത് ഈ
എമ്പുരാൻ്റെ റിവ്യൂ പറഞ്ഞത് ആദ്യത്തെ അരമണിക്കൂർ ഇൻ്റർനാഷണൽ ഞെട്ടിപ്പോയി ഞാൻ. ഇൻ്റർനാഷണൽ ലെവലിയാണ്. രാജമൗലിയൊക്കെ എടുത്തു വെച്ചേക്കുന്ന സാധനം, രാജമൗലി കഴിഞ്ഞേ ഉള്ളൂ, രാജമൗലിയൊക്കെ എടുത്തു വെച്ചേക്കുന്ന സാധനം പൃഥ്വിരാജ് എടുത്തു വെച്ചേക്കുന്നു. അന്നേരം തൊട്ട് പുള്ളിക്ക് അസൂയ തുടങ്ങിയത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളി, പുള്ളിക്ക് അന്നേരം തൊട്ട് അസൂയ തുടങ്ങി. ഏതെങ്കിലും പറയണമല്ലോ, അപ്പോഴാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ കയറി വരുന്നത്. ആൻ്റണി എനിക്കിഷ്ടമല്ല. എടാ, പുള്ളിയുടെ പടത്തിനത് കാശ് മുടക്കി പുള്ളി ഒരു ചെറിയ റോള്, അത് കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു റോള് പുള്ളി അഭിനയിച്ചു. പുള്ളിയുടെ ഒരു ആഗ്രഹം, അഭിനയിക്കാൻ അറിയാത്തവർക്കും ഒരു ആഗ്രഹമില്ലേ? അതുമല്ല, മിക്കവാറും ചിത്രങ്ങളിലൊക്കെ പുള്ളിയൊന്ന് മുഖം കാണിക്കുക, അത് പടത്തെ യാതൊരു രീതിയിലും ബാധിക്കത്തില്ല. പക്ഷെ പുള്ളിക്ക് ഇഷ്ടമല്ല. ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷം ഈ പടം ആകെപ്പാടെ പോയെന്നാണ് പറയുന്നത്. അതിലൊക്കെ എനിക്ക് രസകരമായി തോന്നിയത് മോഹൻലാലിൻ്റെ ഇൻട്രോ അടിപൊളിയാണെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരുടെ അഭിപ്രായം. എനിക്ക് എല്ലാവരും ഒരേ അഭിപ്രായം പറയും. മോഹൻലാലിൻ്റെ ഇൻട്രോ, ഈ നെഗറ്റീവ് പറഞ്ഞവരും പറയും മോഹൻലാലിൻ്റെ ആ വരവ് ഒന്ന് കാണണ്ട, മോഹൻലാലിൻ്റെ തിരിച്ചു വരവാണെന്ന് പറയും. ആ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നത്. പുള്ളി പറയുന്നത് അത് വളരെ മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടായിരുന്നു. ഇൻ്റർവെൽ പഞ്ചൊന്നും വളരെ മോശമാണെന്നാണ് പുള്ളി പറയുന്നത്. ഇൻ്റർവെൽ പഞ്ചൊക്കെ അടിപൊളിയാണെന്ന് പറയുന്നു. എനിക്കും തോന്നിയതാണ്. ഇന്ന് കൈയടിക്കാൻ തോന്നി, തിയേറ്റർ കുലുങ്ങിപ്പോയി. അപ്പം എന്ന് നമുക്ക് തോന്നിയെടുത്ത് പുള്ളി പറയുകയാണ് അത് വളരെ മോശമാണെന്ന്. എനിക്ക് തോന്നി പുള്ളി പടം കണ്ടിട്ടാണ് ഈ റിവ്യൂ പറയുന്നതെന്ന് എനിക്ക് സംശയം തോന്നി. സത്യമായിട്ടും ഈ പടം കാണാതെ റിവ്യൂ പറയുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പുള്ളി എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ഈ മലങ്കൾട്ട് പറയുകയാണ് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞതിന് ശേഷം സ്റ്റീഫൻ നെടുമ്പുള്ളിയായിട്ട് വന്നപ്പോഴത്തേനും ലാലേട്ടൻ അടിപൊളിയായി. മഞ്ജു വാര്യരുടെ അഭിനയം വളരെ മോശം. ഇതിനിടയിൽ വാട എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മോഹൻലാൽ ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നത്, ആ പാട്ടൊന്നും പാടില്ലായിരുന്നു. അത് നേരത്തെ ഉപയോഗിച്ചതാണ്, അതൊന്നും പാടില്ലായിരുന്നു എന്ന് പറയും. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു, ആൾക്കാർ ആർപ്പുളിയായിരുന്നു ഈ വാട എന്നൊക്കെയുള്ള സാധനം. പുള്ളിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതാണ് പറഞ്ഞത്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമല്ല, പുള്ളിയുടെ രീതിയാണ്. അതുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ വന്നുകൊണ്ട് ഈ ചിത്രം വളരെ മോശമാണെന്നുള്ള അഭിപ്രായമാണ് പുള്ളി. അപ്പം പുള്ളി അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോഴും മഞ്ജു വാര്യർ മോശപ്പെട്ട അഭിനയം കാഴ്ചവെച്ചത്. മഞ്ജു വാര്യർ എന്തിനിങ്ങനെ അഭിനയിക്കുന്നു എന്നാണ് പുള്ളി ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ പ്രകടനമൊക്കെ നമ്മളെ കോൾമയിർ കൊള്ളിച്ചതാണ്, രോമാഞ്ചം ഉണ്ടാക്കിയതാണ്. ലാലേട്ടൻ്റെ തിരിച്ചുവരവും മഞ്ജു വാര്യർ എല്ലാ അഭിനേതാക്കളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം എടുത്തു വെച്ചിട്ട് പുള്ളി ഇരുന്ന് പറയുക, ഈ മലങ്കൾട്ട് ഇരുന്ന് പറയുക ഇത് വളരെ മോശമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ താഴെ കമൻറ്റ് വരുന്നത് ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള മോഹൻലാലിൻ്റെ പടത്തെപ്പറ്റി നെഗറ്റീവ് പറയുമ്പം മമ്മൂട്ടിയുടെ ആരാധകരെല്ലാം കൂടെ വന്നിരുന്ന് നല്ലത് എന്ന് പറയും. അണ്ണൻ മാസാണ്, അണ്ണന് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ, അണ്ണന് മാത്രമേ ഇത് തുറന്നു പറയാനുള്ള കപ്പാസിറ്റി, ബാക്കി എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഈ പുള്ളി കയറി അങ്ങ് പൊങ്ങും, ഇങ്ങനെ അങ്ങ് പൊങ്ങിയിട്ട് ഉത്തരത്തെ മുട്ടി കഴിയുമ്പോഴാണ് താഴെ വരുന്നത്. താഴെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ഇത് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാരിങ്ങനെ പുള്ളിയെ ഈ പുകഴ്ത്തുന്നതാണോ അതോ കളിയാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇനി അണ്ണൻ മാഫാണ്, അണ്ണൻ പറഞ്ഞിട്ട് വേണം എനിക്ക് പടത്തിന് പോകാൻ. അവന് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല ഈ പറയുന്നവന്. കാരണം അണ്ണൻ പറയണം ഞാൻ പടത്തിന് പോകണോ ഇല്ലയോ എന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇനി പുള്ളിയെ കളിയാക്കുന്നതാണോ എന്ന് നമുക്കറിയാം. ഏതായാലും ഈ മലങ്കൾട്ട് സ്ഥിരമായിട്ട് ഈ മലയാള സിനിമയെ തകർക്കാൻ വേണ്ടി അനേകം പേരുടെ ശാപം വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും നിശ്ചിതമായി വിമർശിക്കുക. പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒറ്റ സിനിമയില്ല. പുള്ളിക്ക് രാജമൗലി അല്ലെങ്കിൽ ലോകേഷ് കനകരാജ് അല്ലെങ്കിൽ അനിരുദ്ധ്, ബാക്കി എല്ലാവരും ചവറുകളാണ്. പുള്ളിയെ എനിക്ക് തോന്നുന്നു നിർമ്മാതാക്കളിലേക്ക് കാശ് ഇങ്ങനെയുള്ള ഈ മലങ്കൾട്ട് റിവ്യൂവർമാരാണ് ആകെപ്പാടെ പ്രശ്നം. ഇത് പുള്ളിക്ക് സംവിധാനത്തെപ്പറ്റി അറിയാം, തിരക്കഥ എങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന് അറിയാം, എങ്ങനെ നിർമ്മിക്കണമെന്നറിയാം. അതുപോലെ സംഗീതത്തെപ്പറ്റി ഭയങ്കര ഗ്രാഹ്യമാണെന്നാണ് പുള്ളി പറയുന്നത്. സിനിമയുടെ ഏത് കാര്യത്തെപ്പറ്റി പുള്ളിക്ക് അറിയാം. കാരണം സംഗീതത്തെപ്പറ്റി അടിച്ച് കലക്കി കുടിച്ചേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ടപ്പ് 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 ആ രീതിയിൽ വേണം സംഗീതം എന്നാണ് പുള്ളിയുടെ പറച്ചിൽ.
അതുപോലെ തന്നെ സംവിധാനം, അരച്ചുകലക്കി തിരക്കഥ, ഛായാഗ്രഹണം എന്നുവേണ്ട ഏത് മേഖലയും അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മലങ്കൾട്ട്. അപ്പം ഞാൻ എന്നും വിചാരിക്കും മലയാള സിനിമയ്ക്ക് നല്ലൊരു ചിത്രമെങ്കിലും കിട്ടും. പുള്ളി അങ്ങ് നേരിട്ട് സംവിധാനവും തിരക്കഥയൊക്കെ എഴുതി സംഗീതവും എല്ലാം പുള്ളി തന്നെ സ്വന്തമായിട്ട് കൊടുത്ത് ഒരു സിനിമ ഉണ്ടാക്കിയ മലയാള സിനിമയുടെ ഐശ്വര്യമില്ലേ അത്. കാരണം മലയാളത്തിന് ലക്ഷണമൊത്ത ഒരു സിനിമ കിട്ടും, നമുക്കൊക്കെ റിവ്യൂ പറയുകയും ചെയ്യാം, മലയാള സിനിമ ഉന്നതങ്ങളിലേക്ക് പോവുകയും ചെയ്യും. പക്ഷെ പുള്ളി അത് ചെയ്യത്തില്ല. പുള്ളിക്ക് അറിയാം അത് നിക്കറ് കീറുന്ന പരിപാടിയാണ്. കാരണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കാശുണ്ടാക്കുക എന്നുള്ള തന്ത്രമാണ് പുള്ളി പ്രയോഗിക്കുന്നത്. ആ തന്ത്രം തന്നെയാണ് ഈ മലങ്കൾട്ട് കുറച്ച് നാളായിട്ട് മലയാള സിനിമയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു ശനിദശയായിട്ട് മാറിയേക്കുക. എന്തൊക്കെയോ ഒരു വലിയ സംഭവമാണ് ഞാൻ എന്നുള്ളൊരു തോന്നല. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ള. ഞാൻ കുറച്ച് നാളായിട്ട് പുള്ളിയുടെ മിക്കവാറും റിവ്യൂ ഒക്കെ കാണുമായിരുന്നു. അതിനൊക്കെ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഈ ആരാധനയായിരുന്നു. പക്ഷേ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് നല്ലതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒറ്റ ഒരെണ്ണം നല്ലതില്ല. അത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. ഈ ചെറിയ ചെറിയ സിനിമകളുണ്ട്, അത് കള്ളക്കടവൊക്കെ മേടിച്ചാണ് ഈ ചിലവർ പടം നിർമ്മിക്കുന്നത്. അവർ ആഗ്രഹം കൊണ്ടെടുക്കുക. രണ്ടാമത്തെ ദിവസം വന്ന് അതിനെ വലിച്ചു കീറി ഒട്ടിച്ച് അത് എങ്ങുമില്ലാത്ത ആയിപ്പോവും. എന്നാൽ വലിയ സിനിമയെ പറ്റി പറ. ഇപ്പം മമ്മൂട്ടിയുടെ സിനിമ മോശമാണെങ്കിൽ മമ്മൂട്ടിയെപ്പറ്റി കൊള്ളയില്ല എന്ന് പറയുമ്പോഴത്തേന് മോഹൻലാലിൻ്റെ ആൾക്കാരെല്ലാം കൂടെ വന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. വേറെ ഏതെങ്കിലും ചിത്രമാണെങ്കിൽ അവരുടെ ആൾക്കാരെല്ലാം കൂടെ വന്ന് സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ പുള്ളി കിളിച്ചു പിടിക്കുന്നത്. എല്ലാവരും നല്ല പദം പറയുന്നത് പുള്ളി ചീത്ത പറയും, എല്ലാവരും ചീത്ത പറയുന്നത് പുള്ളി നല്ലത് പറയും. ആ രീതിയിലാണ് ഈ മലങ്കൾട്ടിൻ്റെ ഒരു രീതി. അത് ചില റിവ്യൂവർമാരുടെ ഒരു ഫോക്കേടാണ്. എല്ലാവരും ചീത്ത പറഞ്ഞു കഴിയുമ്പോഴത്തേന് ചെന്ന് നല്ലത് പറയും. നല്ലത് പറയുമ്പോൾ ഇതെന്താ നല്ലത് പറയാമെന്ന് വേണ്ടി ആൾക്കാരെ ഓടിച്ചില്ലേ. ചിലവർ നല്ലതെല്ലാവരും നല്ലത് പറയുമ്പം അതിൻ്റെ ഇടയിലൊരു ചെറിയ വെറൈറ്റി. ഈ മലങ്കൾട്ടിൻ്റെ ഏറ്റവും സ്ഥിരം പരിപാടി ഈ വെറൈറ്റി എന്നുള്ളതാണ്. ഏത് നടന്മാരെയും ഏത് നടിയെയും എല്ലാവരെയും ഇരട്ടപ്പേര് ചൊല്ലി വിളിക്കുക എന്നുള്ളത് പുള്ളിയുടെ സ്ഥിരവും ശൈലിയാണ്. ഈ മലങ്കൾട്ടിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ മലങ്കൾട്ട് എന്ന് പറയുന്ന സാധനം. മലങ്കൾട്ടാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനൊരു സാധനം. എന്നിട്ട് ഇപ്പം എമ്പുരാനെ പറ്റി പറയുക. പക്ഷേ ഈ മലങ്കൾട്ടിൻ്റെ ഒരു പരിപാടിയും ഏക്കത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒരാഴ്ചത്തേക്കുള്ള റിസർവേഷൻ ഫുള്ളായിട്ടുണ്ട്. ഫുള്ളാക്കി വെച്ചോണ്ടാണ് ഇത് പടം ഇറക്കുന്നത്. അങ്ങനെ പുള്ളിയുടെ ഈ മലങ്കൾട്ട് പരിപാടി എമ്പുരാൻ്റെ ഒരു രോമത്തെ പോലും ആകർഷിച്ചില്ല. ഒരു ആഴ്ചത്തേക്കുള്ള എന്താ ടിക്കറ്റെല്ലാം സെയിൽ ചെയ്യും. ഇന്നലെ തന്നെ പുള്ളി ഒരു ചാനലിനകത്ത് പറയുന്നത് കണ്ടായിരുന്നു, റിവ്യൂമാരുടെ ഒരു പരിപാടി ഏക്കത്തില്ല, മേടിക്കാനുള്ളതെല്ലാം മേടിച്ച് കഴിഞ്ഞു. അത് അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി ഇറക്കുന്നത്. എന്നാൽ മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് പോകുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം. 250-350 കോടി മുടക്കുന്നിടത്ത് മലയാള സിനിമയിൽ 150 ഒക്കെ മുടക്കി ഒരു സിനിമ, അതിൻ്റെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണാം. എല്ലാ മാധ്യമങ്ങളും ഒറ്റ സ്വരത്തിൽ ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയോട് നിന്നു. എനിക്ക് തോന്നുന്നു ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് വരും ദിവസങ്ങളിൽ ചിലപ്പം ഈ ചിത്രത്തിന് ചിലരെങ്കിലും ഇതാക്കാം. എന്നാലും ഇപ്പോൾ നടക്കുന്ന കാര്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ എമ്പുരാനോടൊപ്പം നിന്നു. അത് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും മലയാള സിനിമ വേറെ ലെവലിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഇതുപോലൊരു ചിത്രം നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തില്ല. പക്ഷേ ഈ മലങ്കൾട്ടിനെ പോലുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. മലയാള സിനിമ ഇല്ലെങ്കിൽ ഈ മലങ്കൾട്ടിനെ പോലുള്ള റിവ്യൂർമാരെ തന്നെ ഇല്ലെന്നേ. ഈ മലയാള സിനിമയുടെ അന്തകനായ ഈ മനുഷ്യൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഇങ്ങനെയുള്ളവരെ ഒന്നും പ്രോത്സാഹിപ്പിച്ച് സത്യം പറഞ്ഞ് വിടരുത്. നേരെ ചൊവ്വേ ഇങ്ങനെ അഭിപ്രായം പറയുന്നവരോട് നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പടം എടുത്ത് കാണിയില്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഒരു പടം എടുത്ത് കാണിക്കും, ഇതാണ് ലക്ഷണമൊത്ത മലയാള സിനിമ എന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് ഈ വാച പിടിക്കുന്നതിന് കാര്യമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്, സിനിമയെ കുറ്റം പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്. അതൊന്നുമില്ലാതെ വാച പിടിച്ച് നാട്ടുകാരെ പറ്റിച്ച് മലങ്കൾട്ട് പരിപാടിയായിട്ട് നടക്കുന്ന ഈ റിവ്യൂവർമാരെ ഒറ്റപ്പെടുത്തുക,
ഇവർ ഈ മലയാള സിനിമയുടെ ശനിദശയാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, പക്ഷേ ഇവരൊന്നും കിടന്ന് കളിച്ചാലൊന്നും എമ്പുരാൻ്റെ ഒരു രോമത്തിൽ പോലും, ഞാൻ പറഞ്ഞു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. ഇത് വേറെ ലെവലാണ്. ഇത് ഇൻ്റർനാഷണൽ താനമാണ്. ഈ കേരളത്തിൽ കിടന്ന് തായമ്പക കളിക്കുന്ന പോലെ ഇൻ്റർനാഷണൽ സാധനത്തെ തൊട്ട് കളിക്കരുത്. ഹിന്ദിയിലായാലും തമിഴിലായാലും കന്നഡയിലായാലും മികച്ച പ്രതികരണം നേടി തന്നെയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. ഒന്ന് തൊട്ടു നോക്കും. മലങ്കൾട്ടിൻ്റെ നിക്കറുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.